ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. എന്തുണ്ട് വിശേഷം? മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴ അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗം മൺസൂൺ എത്തി. സാധാരണ ഒരു ജൂൺ 4-ാം തീയതി 5-ാം തീയതി ആയിട്ടല്ലേ സ്കൂള് തുറന്നതോട് കൂടിയിട്ട് മൺസൂൺ വരാറ്. ഇപ്രാവശ്യം വേഗം മഴക്കാലം എത്തി. മഴക്കാലം ആവണതിന് മുമ്പ് ഞാൻ പല പരിപാടികളും ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. അതൊന്നും നടന്നില്ല. പെട്ടെന്ന് മഴയിട്ട് വന്നു. ഞാൻ വിചാരിച്ചു വേനൽ മഴയാവുമെന്ന്. പിന്നെ അത് നിൽക്കണില്ല, മഴയോട് മഴ. പ്രാവശ്യം അത് കാരണം വലിയൊരു ചൂട് നമുക്ക് അനുഭവപ്പെട്ടില്ല അല്ലേ? ഏതായാലും മഴയും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ഒരു സൂപ്പാണ്ട് ഉണ്ടാക്കിയാലോ? നല്ല ചൂടുള്ള ചിക്കൻ മഷ്റൂം സൂപ്പ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം അല്ലേ? നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് വേഗം സൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കത് ചൂടോടെ കുടിക്കാം. ചിക്കൻ മഷ്റൂം സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാം ചിക്കൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണ്. സൂപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: സ്പ്രിംഗ് ഓണിയൻ, മഷ്റൂം, ക്യാരറ്റ്, സവാള, ചെറിയൊരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം കൂടി വേണം കേട്ടോ. ക്യാപ്സിക്കം ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡ് ചില്ലി സോസ്, സോയാ സോസ്, വിനിഗർ, കുരുമുളക് പൊടി, ഒരു മുട്ട, പിന്നെ നമ്മുടെ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര വേണം, ഉപ്പ് വേണം. പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് കേട്ടോ. ബട്ടറാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. സോട്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഈ പാനിലാണ് നമ്മൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ചിക്കൻ ഇട്ടു. ഇതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കണത്. ഈ 4 കപ്പ് വെള്ളം നമുക്ക് ഒരു 3 കപ്പ് വെള്ളമാക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം. ബോൺലെസ് ചിക്കനാണത്. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സൂപ്പിൻ്റെ പ്രിപ്പറേഷൻ വേഗം ചെയ്യാം കേട്ടോ. വെളുത്തുള്ളിയും സവാളയും ഇതൊക്കെ നമുക്ക് വേഗം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. സൂപ്പിന് വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും നമുക്ക് അരിഞ്ഞെടുക്കാം. കാബേജ്, ബ്രോക്കോളി എല്ലാം നമുക്ക് വേണമെങ്കിൽ സൂപ്പിൽ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അധികം മൂക്കാത്ത ബീൻസ് ഒക്കെ നമുക്കിതിന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഈസ് റെഡി. നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിക്കാം. ഈ ചിക്കൻ തണുത്തതിന് ശേഷം നമുക്കിത് ഷ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് സൂപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഷ്രെഡഡ് ചിക്കൻ ഇവിടെ റെഡിയായി. മുട്ട ഞാൻ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചു. എല്ലാതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം സൂപ്പ് കേട്ടോ. ഈ പാനിൽ തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അമുൽ ബട്ടർ ഞാൻ ഒരു പീസ് ഇട്ടിട്ടുണ്ട്. അതായത് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിൽ ഓരോന്നും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഗീ, ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ. ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ബട്ടർ ഇട്ട് കൊടുക്കേ. അപ്പോൾ അതായത് ഇത്ര മൂത്തു. ഇതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മഷ്റൂം, ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സവാളയും ഈ ക്യാപ്സിക്കം കൊണ്ടിട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഇപ്പോൾ ഇടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ സോയ സോസിലും വിനിഗറിലൊക്കെ ഒരു ഉപ്പ് രസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അതിനൊരു റോ ടേസ്റ്റ് അല്ലേ. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബാണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഷ്രെഡഡ് ചിക്കൻ ഇതിലിട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇത് നന്നായിട്ട് ബോയിലാവുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയാ സോസ്, ചില്ലി സോസ്, അതായത് റെഡ് ചില്ലി കേട്ടോ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വിനിഗർ. നമുക്ക് വിനിഗർ 1 ടേബിൾ സ്പൂൺ, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് എരിവും പുളിയും ഒക്കെ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പൊടിച്ച കുരുമുളകാണെങ്കിൽ അതൊന്നും കൂടി നന്നാവും കേട്ടോ. ഞാൻ ഇപ്പോൾ എന്തായാലും ഈ മഴയൊക്കെ ആയിരുന്നു കുരുമുളക് പൊടിക്കാൻ നിൽക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ഈ കോഴിമുട്ട, ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് ഇളക്കും ചെയ്യണം കേട്ടോ. എന്നാലേ അതിങ്ങനെ നൂലായിട്ട് വരുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ നൂലായിട്ട് ഈ സൂപ്പിൽ? അത് ഈ കോഴിമുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഉടച്ചൊഴിക്കേണ്ടതാണ് കേട്ടോ. ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഇവിടെ ഏകദേശം റെഡി ആയി തുടങ്ങി. നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. 1 ചെറിയ സ്പൂൺ പഞ്ചസാര. അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഈ വെജിറ്റബിൾസ് ഒന്നും കണ്ടിട്ട് ബേജാറാവണ്ട കേട്ടോ. ഇത് ക്ലിയർ സൂപ്പല്ല. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ഒഴിച്ചാലേ അത് നല്ല തിക്കാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തു. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം. മഷ്റൂം ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി. നമുക്കിത് കഴിക്കാം. ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ ഈ സൂപ്പ്. നല്ല ടേസ്റ്റാണ്. നമുക്കപ്പോൾ സൂപ്പ് കഴിക്കാം. ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നമുക്ക് ചൂടോടെ സൂപ്പ് കഴിക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ നല്ലതാണ് ഈ കാലത്ത് നമുക്ക് സൂപ്പൊക്കെ കഴിക്കുന്നത് ശരീരത്തിന്. അങ്ങനെ ഏത് വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ മട്ടനോ ചിക്കനോ ഏത് സൂപ്പ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. ഈ മഴക്കാലത്ത് സൂപ്പ് വളരെ നല്ലതാണ് ശരീരത്തിന്. നമുക്ക് നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാവും സൂപ്പ് കഴിച്ചാൽ. കർക്കിടക മാസത്തിൽ കണ്ടിട്ടില്ലേ നമ്മൾ കർക്കിടക ചികിത്സയ്ക്ക് സൂപ്പൊക്കെ കഴിക്കുന്നത്? അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് സൂപ്പ് വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യും. ഇനി പുതിയൊരു ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അടുത്ത് തന്നെ കാണാം നമുക്ക്.